ഹലോ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോകളിലൊക്കെ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അതിനകത്ത് നമ്മൾ ക്ലോൺകറിയെക്കുറിച്ച് എപ്പോഴും പറയുമ്പം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പറയേണ്ട കാര്യമാണ് റോയൽ ഫ്ലൈയിങ് ഡോക്ടർ സർവീസിനെ കുറിച്ച്. ഇത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സർവീസാണിത്. ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ ക്ലോൺകറിയിലാണ്. 1928 ഈ സർവീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ, ഔട്ട് ബാക്ക് റീജിയണിലൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വലിയ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അപ്പം ഇവിടെ നിന്ന് ആൾക്കാരെ എടുത്ത് ആ ഫ്ലൈറ്റിലെടുത്ത് ഡോക്ടറിൻ്റെയും മറ്റു മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെട്ട ആ ഫ്ലൈറ്റിലെടുത്ത് മറ്റു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണത്. ആ ഒരു സംവിധാനമാണ് ലോകത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ ചെറിയ പട്ടണത്തിലാണ്, ഈ ഔട്ട് ബാക്ക് റീജിയനിലാണ്. ഇതിപ്പം വളരെ വലിയ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സർവീസാണ് റോയൽ ഫ്ലൈയിങ് ഡോക്ടർ സർവീസ് എന്ന് പറയുന്നത്. ഈ ഔട്ട് ബാക്ക് റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഔട്ട് ബാക്ക് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഔട്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ വളരെ ഉൾനാടൻ പ്രദേശങ്ങളിൽ, റീജിയണൽ, അങ്ങേയറ്റത്തെ റീജിയണൽ പ്രദേശങ്ങളിൽ അതിനെ വിളിക്കുന്നതാണ് ഔട്ട് ബാക്ക് റീജിയൻ. പക്ഷേ ഈ ക്ലോൺകറി വിളിക്കുന്നത് എന്താണെന്നറിയോ? ക്ലോൺകറി വിളിക്കുന്നത് ദ ഹാർട്ട് ഓഫ് ദ ഔട്ട് ബാക്ക് റീജിയൻ. അത്രയ്ക്ക് ഒരു ഉൾനാടൻ പ്രദേശമാണ് ഈ ക്ലോൺകറി എന്ന് പറയുന്ന സ്ഥലം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയതാണ്. ഇതും കൂടെയൊക്കെ ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ക്ലോൺകറിയെക്കുറിച്ചുള്ള ആ ഒരു കംപ്ലീറ്റ് വീഡിയോയും തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ സംരംഭം, അതായത് ഈ റോയൽ ഫ്ലൈയിങ് ഡോക്ടേഴ്സ്, ആദ്യമേ ഇതിന് ഫ്ലൈയിങ് ഡോക്ടർ സർവീസ് എന്നായിരുന്നു പേര്. പിന്നീട് ഇത് റോയൽ ഫ്ലൈയിങ് ഡോക്ടേഴ്സ് ആ ഒരു പേരിലാണ് ലോക പ്രശസ്തി ആർജിച്ചത്. ഇത് തുടങ്ങുന്നത് ആരാണിത് തുടങ്ങിയതറിയാമോ? ജോൺ ഫ്ലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സർവീസ് ഇവിടെ തുടങ്ങുന്നത്. അത് 1928 അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മ്യൂസിയം വരെ തൊട്ടപ്പുറത്തുണ്ട്, ഒരു മ്യൂസിയം വരെയുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്താം. നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ.